മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബ്രേക്കിംഗ്. കേരള കോൺഗ്രസിന്റെ 4 സീറ്റുകൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. ഇടുക്കി, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കുട്ടനാട് സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇന്നലെ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് ഈ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ജെയിൻ, കഴിഞ്ഞ തവണ 10 സീറ്റിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. 2 മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഈ സീറ്റുകൾ ഏറ്റെടുക്കാൻ കേരള കോൺഗ്രസ് സമ്മതിക്കുമോ? തീർച്ചയായിട്ടും അത് കേരള കോൺഗ്രസ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എന്താണ് അവരുടെ നിലപാട് എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 31-ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഉന്നതാധികാര സമിതി യോഗം ചേരുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ച നിലപാടിലാണ്. കാരണം ഈ 4 സീറ്റുകളിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യതയില്ല എന്നുള്ളതാണ്. പകരം കോൺഗ്രസ് മത്സരിച്ചാൽ ഈ സീറ്റുകൾ ഉറപ്പായും വിജയിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ഇടുക്കിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഇടുക്കിയിൽ കേരള കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടം, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ 2 അംഗങ്ങളിൽ കൂടുതൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ബഹുഭൂരിപക്ഷം മുഴുവൻ പഞ്ചായത്തുകളും. പി സി തോമസ് ചോദിക്കുന്നത്, ജെയിൻ, തോറ്റ സീറ്റ് ഏറ്റെടുക്കുന്നതിൽ കോൺഗ്രസിന് എത്ര സീറ്റിൽ മത്സരിക്കാൻ കഴിയുമെന്നാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു സ്റ്റഡി, അതായത് വിജയസാധ്യത പരിഗണിച്ചുകൊണ്ടൊരു അവലോകനം നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഈ നിലപാടിലേക്ക് എത്തുന്നത്. അതായത് കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സംഘടനാ സംവിധാനം പോലും ഇല്ലാത്ത പല മണ്ഡലങ്ങളുമുണ്ട്. ആ മണ്ഡലങ്ങളാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് എന്ന നിലയിൽ ഈ 10 സീറ്റ് എന്നുള്ളത് ഒരു 8 സീറ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും ഇടുക്കി, ഏറ്റുമാനൂർ, കുട്ടനാട്, അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി, ഈ 4 സീറ്റുകൾ വിട്ടു നൽകാൻ സാധിക്കില്ല എന്ന ഒരു നിലപാടാണ്. പകരം ഒരു വെച്ചുമാറ്റം, ചില സീറ്റുകളിൽ വെച്ചുമാറ്റത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പൂഞ്ഞാറിൽ ഒരു പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകാൻ കോൺഗ്രസ് സന്നദ്ധമാണ് എന്നുള്ളതാണ് അറിയുന്നത്. മറ്റൊരു സീറ്റ് കൂടി അവർക്ക് വിട്ടു നൽകിയ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ ഉള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഈ 4 സീറ്റുകൾ ഉറപ്പായും നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വം പി ജെ ജോസഫും മോൻസ് ജോസഫുമാണ് ഈ ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുത്തത്. അവരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ കാര്യത്തിൽ അവരാണ് നിലപാട് പറയേണ്ടത്. പക്ഷേ ഇതുവരെ അത്തരത്തിലൊരു ചർച്ചയും ആവശ്യവും വന്നിട്ടില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വ്യക്തമാക്കുന്നത്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് കൃത്യമായ വിവരങ്ങളുണ്ട്. അതായത് ഈ 4 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഉറച്ച നിലപാടാണ് എന്നുള്ളതാണ്. കാരണം ഇടുക്കി പോലെയുള്ള ഒരു മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിനെതിരെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. അതേപോലെ തന്നെയാണ് ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയൊക്കെ ഈ തവണ അത്തരം ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല. നിലവിൽ ഉഭയകക്ഷി ചർച്ചകൾ, അതായത് ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആ സീറ്റ് സംബന്ധിച്ച് ഒരു ധാരണയായതിനു ശേഷം മാത്രമായിരിക്കും ആരവിടെ മത്സരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരൂ. എന്തായാലും ഘടകകക്ഷികളോടൊക്കെ ചർച്ച നടത്തുമ്പോൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്താൻ കഴിയൂ എന്ന ഒരു നിലപാട് കൂടി കോൺഗ്രസ് നേതാക്കൾ, അല്ലെങ്കിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ ഘടകകക്ഷി നേതാക്കളെ അറിയിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ PMA സലാമുമായിട്ട് സംസാരിച്ചിരുന്നു. ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും എന്ന് അദ്ദേഹവും തുറന്നു സമ്മതിക്കുന്നുണ്ട്. ചില വെച്ചുമാറ്റമോ അല്ലെങ്കിൽ ചില വിട്ടുകൊടുക്കലുകളോ ഒക്കെ അനിവാര്യമാണ്. കാരണം കോൺഗ്രസിലെ ഘടകകക്ഷികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഹകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണമൊന്നും കൂടാത്തത് കൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ് എന്ന് മുസ്ലിം ലീഗ് ആ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ചില സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോഴും 6 സീറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നിലപാടായി കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ച എന്ന നിലയിൽ ഒരു 8 സീറ്റ് വരെ എത്താൻ സാധ്യതയുണ്ട്. 8 സീറ്റ് നൽകുമ്പോഴും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി, ഏറ്റുമാനൂർ, അതോടൊപ്പം തന്നെ കുട്ടനാട്, ചങ്ങനാശ്ശേരി മണ്ഡലങ്ങളായിരിക്കില്ല. പകരം പൂഞ്ഞാറും മറ്റേതെങ്കിലും ഒരു മണ്ഡലവും, അങ്ങനെ ഒരു 8 സീറ്റ് നൽകാനാണ് സാധ്യതയുള്ളത്.